ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഭവൻ വ്ളോഗ്സ്. ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. വേറൊന്നുമല്ല, നമ്മുടെ എഗ് സാൻഡ്വിച്ചാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. തക്കാളി ചെറുതായി അരിഞ്ഞത്, സവാള ചെറുതായി അരിഞ്ഞത്, അല്ലെങ്കിൽ ഉള്ളി വേണമെങ്കിലും എടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില, ഇത്രയും മതി. പിന്നെ ഒരു 4 മുട്ട, 2 ബന്ന്. അത് സാൻഡ്വിച്ച് ബണ്ണ് അല്ല, നോർമൽ ബന്ന് ആവും. അപ്പോൾ ഇത്രയും മതി. പിന്നെ അത് കൂടാതെ ഇതിന് രുചിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഇച്ചിരി ഒരു 1/4 ടീസ്പൂൺ മിച്ചം ഗരം മസാല, പിന്നെ അതുപോലെ ഒരു കുറച്ച് മുളക് പൊടി. അത്രയും മതി. നമുക്കിത് വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം. അപ്പോൾ അത് പൊട്ടിച്ചൊഴിച്ചിട്ട് നമ്മുടെ പൊടികളായ ഉപ്പ്, മുളക് പൊടി ഒരു 1/4 ടീസ്പൂണ്, ഗരം മസാല ഒരു 1/4 ടീസ്പൂണ്, ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അത്യാവശ്യം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അങ്ങനെ മുട്ട നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്ത ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും കൊറിയാണ്ടർ ലീഫും കൂടെ ചേർക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ പിള്ളേർക്കായതുകൊണ്ടാണ് പച്ചമുളക് ചേർക്കാത്തത്. എരിവ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ചെറുതായി വട്ടത്തിലരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ ഈ പൊടികൾ മുട്ട എല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി എടുക്കുക. അതിനുശേഷം നമ്മുടെ ദോശയുടെ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും ചേർക്കാം. അതിലേക്ക് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബൻ അതും നടുവ് ഒന്ന് കട്ടാക്കി ഒന്ന് റെഡിയാക്കി വെച്ചേക്കുക. അപ്പോൾ അങ്ങനെ കട്ടാക്കി എടുത്ത ബന്ന് റെഡിയുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിന് ആ പാനിലേക്ക് നമ്മുടെ മുട്ടയുടെ ആ കൂട്ടൊഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ബന്ന് നടുവേ കട്ടാക്കിയത് ആ നടുഭാഗം അങ്ങനെ തന്നെ ഇങ്ങനെ അമർത്തി വയ്ക്കുകയാണ് ദോശയുടെ പാനിലേക്ക്. അപ്പോൾ അങ്ങനെ വച്ച് കൊടുത്തിട്ട് അന്നേരത്തേക്ക് ആ ഒരു സമയം കൊണ്ട് ആ മുട്ടയുടെ താഴെയുള്ള വശം നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് നടുവേ ഒന്ന് കട്ടാക്കിയിട്ട് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്കും അവിടെ നല്ല മുളക് പൊടിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നല്ല കളറിന് വരും. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് നമ്മൾ ബന്നിൻ്റെ പരുവത്തിൽ തന്നെ, അതായത് ബന്നിൻ്റെ ഒരു വശം തിരിച്ചിട്ട് അതിനെ അടച്ചു കൊടുക്കണം. എന്നിട്ട് അപ്പുറവും ഇപ്പുറവും, അതായത് 2 വശവും നല്ലപോലെ മൊരിയിച്ചെടുക്കണം. വേണമെങ്കിൽ ഇനിയും നെയ്യ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചേർത്ത് കൊടുത്ത് എന്നാൽ അതിൻ്റെ നല്ല ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അപ്പുറത്തേക്കൊക്കെ ഇങ്ങനെ ബന്നിൻ്റെ പുറത്തേക്ക് ചാടിയിരിക്കുന്ന കുറേ പാർട്സൊക്കെ ഉണ്ടല്ലോ മുട്ടയുടെ, അത് നിങ്ങൾക്ക് അകത്തേക്ക് മുട്ടയുടെ ആ ബന്നിനകത്തേക്ക് വെച്ച് കൊടുത്ത് ഒരു ഫില്ലിങ് പോലെ നിങ്ങൾക്കത് അപ്പുറം ഇപ്പുറം മറിച്ചിട്ടെടുക്കാം. അപ്പം ആ ഒരു അകത്തുള്ള ആ ഒരു അകത്തേക്ക് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് അങ്ങ് സെറ്റായിട്ടിരുന്നോളും. അപ്പോൾ അതൊന്ന് വച്ച് കൊടുത്ത് അതും കൂടെ കൊടുക്കുക. അപ്പോൾ അതാ നമ്മുടെ സാൻഡ്വിച്ച് നല്ല ഷേപ്പിലൊക്കെ ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടിയിരിക്കുന്നുള്ള ടെൻഷനൊന്നും വേണ്ട. അപ്പം അത് നല്ലപോലെ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ, ഇനി ബാക്കി 2 മുട്ട ഉണ്ടല്ലോ, അപ്പോൾ അത് നോർമലായിട്ട് പാനിലേക്ക് ഒഴിച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർക്കണം കേട്ടോ. വേറെ ഒന്നും ചേർക്കണ്ട. അങ്ങനെ ഒരു 3/4 വേവിലെടുക്കണം. ഫുൾ അങ്ങോട്ട് വേവിക്കേണ്ട. 3/4 വേവിലെടുത്ത് നമ്മുടെ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ബന്നിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കുക. അത്രയേ ഉള്ളൂ, നമ്മുടെ എഗ് സാൻഡ്വിച്ച് ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. 4 മണിക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഡിഷാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.